ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജേറ്റർ റെസിപ്പി വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മധുരൈ സ്പെഷ്യൽ കൊത്തുകറി ദോശ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യൽ രാഗി ചിക്കൻ കൊത്തുകറി ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. കൊത്തുകറി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കൊത്തുകറി ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ച് ഒരു വലിയ സവാള കട്ട് ചെയ്ത് ചേർക്കണം. അതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. ഉപ്പും ചേർത്തിട്ട് വഴറ്റണം. നല്ലോണം വഴന്ന ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തെടുക്കണം. 2 മീഡിയം സൈസ് തക്കാളി ചേർക്കണം. തക്കാളി നല്ലോണം വഴന്ന് കിട്ടിയ ശേഷം നമുക്ക് ഇതിന് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് നല്ലോണം വഴറ്റി മസാല നല്ലൊരു കുഴമ്പ് രൂപത്തിലായി വരുന്ന സമയത്ത് നമുക്ക് ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സാധാരണ മധുരൈ സ്പെഷ്യൽ ദോശയ്ക്ക് നമ്മൾ മട്ടൻ വെച്ചിട്ടാണ് കൊത്തുകറി ഉണ്ടാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കാറ്. അപ്പം ഞാനൊരു വെറൈറ്റി ആയിട്ട് രാഗി ദോശയിൽ ഹെൽത്തി ആയിട്ട് ചിക്കൻ വെച്ച് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ചിക്കൻ ഞാൻ ബോൺലെസ് ചെറുതായി കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി മസാലയായിട്ട് യോജിപ്പിച്ചെടുക്കണം. മസാല നല്ലോണം യോജിച്ച ശേഷം ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കണം. അല്പം വെള്ളം ചേർത്ത് 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. കാരണം ഉള്ളി വഴറ്റുന്ന സമയങ്ങളിൽ ചിക്കൻ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ടാവും. അപ്പം നല്ലോണം അടച്ച് പൂട്ടി വേവിച്ചെടുക്കുക. 15 മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ കൊത്തുകറി റെഡിയാകും. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലോണം നമ്മൾ കൊത്തുകറിയിൽ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് അവസാനമായിട്ട് മല്ലിയില ഇട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കൊത്തുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ കല്ലിലേക്ക് ഒഴിച്ച് കൊത്തുകറി സ്പ്രെഡ് ചെയ്യാം. ഇപ്പോൾ റാഗി ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കല്ലിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അല്പം ഓയിൽ അവിടെയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പും പെപ്പർ പൊടിയും ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. മുട്ടയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊത്തുകറി ദോശേൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അവസാനമായിട്ട് മല്ലിയില കുറച്ച് സവാളയും കൂടി അരിഞ്ഞത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വെറൈറ്റി സ്പെഷ്യൽ രാഗി ചിക്കൻ കൊത്തുകറി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഭാഗം നല്ലോണം വെന്ത ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്. വെറൈറ്റി ആയിട്ട് നമുക്ക് ചിക്കനിലും ഉണ്ടാക്കാം. മട്ടനിലാണ് സാധാരണ മധുരൈ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾ ചിക്കനിലും ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീണ്ടും നല്ലൊരു എളുപ്പത്തിൽ റെസിപ്പിയായിട്ട് തിരിച്ചു വരാം. സീ യു.